സ്റ്റേറ്റ് അബ്രോഡിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചേച്ചി ഞാൻ വിളിച്ചത്. ഏതൊക്കെ കൺട്രിയാണ് ഉള്ളതെന്ന് പറയാമോ? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ? ഓക്കെ, പ്രൊഫൈൽ എന്ന് കറക്റ്റ് പറയാമോ മോനെ? അതായത് ഇപ്പോൾ പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏത് നിങ്ങൾ കൺട്രി നോക്കുകയാണെങ്കിലും ആദ്യം പ്രൊഫൈൽ പറയണം നിങ്ങളുടെ. അതായത് ഇപ്പോൾ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ, പാസ് ഔട്ട് ഇയർ, പെർസെൻറ്റേജ്, ഏജ് എത്രയുണ്ട്, കറന്റ് എന്നാ ചെയ്യുന്നത്, അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ ഇൻ കേസ് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുണ്ടോ, അതേപോലെ IELTS എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ബേസിക് ഒന്ന് പറയാം ഏതൊക്കെയാണ് പ്രൊഫൈൽ എന്ന്. അതനുസരിച്ച് ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. വൺസ് പ്രൊഫൈൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ പ്രൊഫൈൽ അസസ്മെന്റ് ഫോം ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? കറക്റ്റ് ഇപ്പം അങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ആദ്യം പറയണം. അതനുസരിച്ചിട്ടാണ് ഒരു സ്റ്റഡി അബ്രോഡ് നോക്കുകയാണെങ്കിൽ ഒരു കൺട്രി, യൂണിവേഴ്സിറ്റി, കോഴ്സൊക്കെ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. വന്നിട്ട് ഇപ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതേപോലെ തന്നെ പറയുന്ന എനിക്കും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പ്രൊഫൈൽ കറക്റ്റ് ചോദിക്കുന്നത് കേട്ടോ. ഇതനുസരിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതനുസരിച്ച് എടുക്കാം. ഓക്കെ, ഇതൊന്ന് ആദ്യം മൈൻഡിൽ വെക്കുക. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം പ്രൊഫൈലിൻ്റെ. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇപ്പം സ്റ്റുഡൻസ് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു കൺട്രി, ഇപ്പോൾ ലൈക്ക് ഒരു യൂറോപ്യൻ കൺട്രിയാണ് ചോദിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ +2 കഴിഞ്ഞ്, അതായത് +2 കഴിഞ്ഞ് 2024 പാസ് ഔട്ട്. അതേപോലെ തന്നെ 65-70% ആണ് മാർക്ക് വരുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ 1 ഇയർ ഒരു എന്തെങ്കിലും ഒരു കോഴ്സ്, ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുകയാണെങ്കിൽ ആ പ്രൊഫൈൽ എലിജിബിൾ ആണ്. വയസ്സിപ്പോൾ ഒരു 19 ആണെങ്കിൽ 19 ആണെങ്കിൽ അത് എലിജിബിൾ ആണ് ഫോർ അബ്രോഡ് സ്റ്റഡീസ്. അപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് എന്തെടുക്കാം? നമുക്ക് ഈ പറയുന്ന ഡിഗ്രി എടുക്കാം. അതായത് 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി എടുക്കാം. അതേപോലെ IELTS ഇപ്പം ഇല്ല, IELTS ഇല്ലെങ്കിൽ നമുക്ക് വിത്തൗട്ട് IELTS ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണാം. അതിൽ കറക്റ്റ് എന്തൊക്കെയാണ് എന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എടുത്ത് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരുപാട് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എത്തണം, കാരണം വെച്ചാൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ എത്തണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഏജൻസി അല്ല, ഞാനൊരു സ്റ്റുഡൻറ്റ് അഡ്വൈസറാണ്, അതായത് കൗൺസിലർ. എൻ്റെ പേര് സജ്ന. ഓൾറെഡി എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബയോ പ്രൊഫൈൽ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് DM വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ചെറിയ സ്റ്റുഡൻസ് ഒക്കെ DM ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും DM ചെയ്യാം, അല്ലെങ്കിൽ കമൻസ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ DM ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതനുസരിച്ച് റിപ്ലൈ ഞാൻ ഷെയർ ചെയ്തേരാം. ഓക്കെ, പിന്നെ എന്നെ വിളിക്കണമെങ്കിൽ എന്നെ DM ചെയ്തിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ ആ സമയത്ത് ഞാൻ തരാം. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്യാത്ത പറഞ്ഞാൽ ഇൻസ്റ്റയിൽ നമുക്ക് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് നോക്കുക. അതിൽ സ്റ്റുഡൻസ്, അതായത് പറ്റിക്കപ്പെടൽ, നിങ്ങളിപ്പം ഏജൻസിയെ സമീപിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം, അല്ലെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റുഡൻറ്റ് ഒന്ന് ഇതിൻ്റെ സ്കാമിലൊന്നും പെടാൻ രക്ഷപ്പെടും. അതാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതൊന്ന് മനസ്സിലാക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ എത്തുക, കാരണം സ്റ്റുഡൻസ് ആണ് ഇത് കാണേണ്ടത്, സ്റ്റുഡൻസ് പാരൻസ് ഒക്കെ. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. യൂട്യൂബിലുണ്ട് വീഡിയോസ്. പിന്നെ ഇനിയും ഞാൻ ലോങ് വീഡിയോസ് ഇടാം, കാരണം ചിലപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അറിയാമല്ലോ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം എല്ലാവരും കണ്ടാലേ നിങ്ങൾ അറിയാം കുട്ടികൾക്കും ഏജൻസി ആയാലും ഇതേപോലെ സ്കാമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് രക്ഷപ്പെടാൻ എന്ന രീതിക്കാണ് ഞാൻ ഒരുപാട്, അതായത് ഇപ്പോൾ ഇന്നലെ എന്നല്ല, ഞാൻ ഒരുപാട് കാലം ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങുമെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അതെനിക്ക് പറ്റാറില്ല വീഡിയോ ചെയ്യാൻ. പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തായാലും സ്റ്റുഡൻസ് ചേച്ചി അത്ര അങ്ങനെ ഒരുപാട് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇൻസ്റ്റയിലായാലും അതേപോലെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്തോളൂ, ഒരു പേടിയും വേണ്ട. കാരണം എനിക്ക് DM ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഓൾറെഡി. കാരണം വെച്ചാൽ അവർ ഈ പറയുന്ന ചേച്ചി ചെറിയ കുട്ടികളാണ്, എന്തൊന്നും അറിയാത്ത സ്റ്റുഡൻസ് ഒക്കെ അവർ കമൻസിൽ എനിക്ക് ഇടാൻ തോന്നുന്നതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അതനുസരിച്ച് ഞാൻ പറഞ്ഞത് ആരും സമീപിച്ചു കുഴപ്പമില്ല. പിന്നെ